الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചതാണ്. ഒരുപാട് തവണ അറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകും എന്ന് ഞാനൊരിക്കൽ പറഞ്ഞല്ലോ. ഓർമ്മ ഉണ്ടല്ലോ പറഞ്ഞു, അതിനൊരു അനുഭവം പറഞ്ഞിരുന്നു. ആ അവസരം അള്ളാഹു തആല നമുക്ക് തന്നു. നിങ്ങളാലോചിക്കുക, എന്തൊക്കെ പ്രയാസപ്പെട്ടു. രാത്രി പക്ഷെ നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ പലരും ഉറങ്ങിയിട്ടില്ല. ഇതെപ്പോഴാണ് വിളി എന്ന് കാത്തിങ്ങനെ ഇരുന്നതാണ്. പക്ഷെ ഞാൻ ബസ്സിൽ നിന്ന് എനിക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു വാചകം ഓർമ്മ ഉണ്ടാവും. ദുഹാ സമയമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നബി പറഞ്ഞിട്ടുണ്ട്. ദുഹാ സമയമാണ്. ആ സമയം നമുക്ക് എന്ത് ചെയ്തു? ആ സമയം തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് ഇഹ്റാം ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതൊരു വലിയ ഖൈറാണത്. അങ്ങനൊരു അവസരത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കും. നമ്മൾ മിനയിലാണ് ഇരിക്കുന്നത്. ആ ചിന്ത നമുക്ക് വേണം. ഹജ്ജിലാണ്. അപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അവസാനത്തൊരു വാചകം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താ? ദുനിയാവിൻ്റെ ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് നമ്മളെന്താണ് മോചിതമാണ്. അത് ഹജ്ജിൻ്റെ പ്രധാന ലക്ഷ്യത്തിൽപ്പെട്ട. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഇനി മനസ്സിലാകാൻ പോകണേ ഉള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ അള്ളാഹ് പറഞ്ഞതുപോലെ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. നമ്മളെവിടെ ചെന്നാലും എന്തിനാ പ്രാധാന്യം കൽപ്പിക്കുക? ഹയാത്തദ് ദുനിയക്കല്ലേ. എവിടെ ചെന്നാലും എന്ത് വിഷയത്തിലും. പക്ഷെ അള്ളാഹ് ഒരു കാര്യം നമ്മൾ പറയുന്നു, വൽ ആഖിറത്തു ഖൈറുൻ ലക്കും. നിങ്ങൾ ഈ പ്രാധാന്യം കൽപ്പിക്കുന്ന ദുനിയ, അത് ദുനിയാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നതാണ് അറബി ഭാഷയിലുള്ള അർത്ഥം. അത് ഏറ്റവും താഴ്ന്നതാണ്. ഏറ്റവും മുന്തിയത് ഏതാ? വൽ ആഖിറ. ഇത് നമ്മൾ അള്ളാഹു ഈ ഹജ്ജിലൂടെ പഠിപ്പിക്കും. ഹജ്ജിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തേതായി നമ്മൾ എണ്ണിയതാണ്. ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഇൻഷാ അല്ലാഹ് ചെക്ക് ലിസ്റ്റിനാക്കണം എന്ന് പറഞ്ഞില്ല, തിരിച്ചു പോകുമ്പം ടിക്ക് ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റിൽ അഞ്ചാമത്തേതാണത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരുപാട് തെറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞു വന്നത് തന്നെ ഒരുപാടില്ല ഉണ്ടല്ലോ. പക്ഷെ അള്ളാഹു ഗഫാറാണ്, അള്ളാഹു അഫുവാണ്. അതെ, അതുകൊണ്ടാണ് ആരും അറിയാത്തത്. അള്ളാഹു സത്താറാണ്. അസ്മാഉൽ ഹുസ്ന എങ്ങനെ വരണം കേട്ടോ നമുക്ക് ഇനി ദുആ ചെയ്യുമ്പോൾ. സത്താറാണല്ലോ, മറച്ചു വെച്ചുകൊണ്ടല്ലേ അറിയാത്ത. അല്ല, എൻ്റെ കഥ ഞാൻ പറയണം. ഞാൻ ചെയ്ത ഒരുപാട് തെറ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കൂല എൻ്റെ മുമ്പിൽ. പക്ഷെ അള്ളാഹു സത്താറായതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? മറച്ചു വെച്ചു. അതുകൊണ്ടേ ഇരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി തന്ന അവസരം. അതാണ് നാളെ അറഫയിൽ പോയാൽ തന്നെ സംഭവിക്കും. അവിടെ പോയി നിന്നാൽ തന്നെ എന്താവും? മഗ്ഫിറത്ത് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. പോയി നിന്നാൽ തന്നെ കിട്ടുന്നുണ്ട്. അത് വലിയൊരു അവസരമാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കണം, ഹജ്ജ് കഴിഞ്ഞ് പോരുമ്പോഴും നമ്മളോട് പറഞ്ഞ എന്താ? വസ്തഗ്ഫിറുല്ലാഹ്. അറഫയിൽ നിന്ന് പോരുമ്പോൾ വസ്തഗ്ഫിറുല്ലാഹ്, മുസ്ദലിഫയിൽ നിന്ന് പോരുമ്പോൾ ഇസ്തിഗ്ഫാർ ഒരു പ്രധാന വിഷയമാണ്. ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെങ്ങനെയാണ്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്? ഇസ്തിഗ്ഫാർ നടത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു വിഷയമുണ്ടാണ്. അതെന്താ വെച്ചാൽ നമ്മളെ തെറ്റുകൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ തെറ്റുകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ ഒരുക്കല്ല, നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട്
നമ്മൾ സമ്മതിക്കണം, ഇന്ന തെറ്റുകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ ഇന്ന തെറ്റ് വന്നല്ലോ, ഇന്ന തെറ്റ് വന്നല്ലോ, ഇന്ന തെറ്റ് വന്നല്ലോ. അതിൽ നിസ്സാരമായതുണ്ടാവും, സാരമായതുണ്ടാവും. പക്ഷെ നിസ്സാരത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. മനസ്സിലായത്? നിസ്സാരമായതാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. കാരണം കുറേ നിസ്സാരമായതാണ് പിന്നെ എന്താകുക, സാരമാണ്. മുസ്ലിം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ചെറിയ ചരൽക്കല്ലുകൾ കൂടിയാണല്ലോ വലിയ കല്ലുണ്ടായത് അല്ലെ. അപ്പൊ ചെറിയതാണ്, ചെറിയ തെറ്റുകളാണെന്ന് വിചാരിച്ച് നമ്മൾ എന്തായത്, അതിനെ അവഗണിക്കും. ചെറുതും, മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളെ ജീവിതം ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കതിനെ അറിയാൻ കഴിയും എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഞാൻ തിരുത്തേണ്ടത്, എവിടെയാണ് തിരുത്തേണ്ടത്, എങ്ങനെയാണ് തിരുത്തേണ്ടത്. അത് ശരിക്കും നമുക്കിങ്ങനെ കിട്ടും. മനസ്സിലായി? നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയോ ഇസ്തിഗ്ഫാറിന് നബി ഇഷ്ടപ്പെട്ട ഏറ്റവും നബിക്ക് ഇഷ്ടപ്പെട്ട വാചകം ഏതായിരുന്നു? ഇസ്തിഗ്ഫാർ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഏതായിരുന്നു? സൂറത്തു നസ്ർ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടല്ലോ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ശേഷം, അത് ജീവിതത്തിന്റെ അവസാനമാണ് ആ സൂറത്ത് വരുന്നത്. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിയിച്ചതാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം പണി കഴിഞ്ഞു എന്ന് നബിയോട് പറയണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇനി നബിക്ക് ഇവിടെ പണിയില്ല. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്നത് നീ കണ്ടുകയും ചെയ്തു. ഇത് നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ നീ ഇനി ചെയ്യേണ്ടത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. നിന്റെ റബ്ബിനെ ഹംദ് ചെയ്തുകൊണ്ട് നീ തസ്ബീഹ് നടത്തുക. വെറുതെ തസ്ബീഹല്ല, ഹംദ് ചെയ്തുകൊണ്ട്. ഹംദ് ചെയ്യാൻ നമുക്ക് ഒരുപാട് 100 കാരണമുണ്ട്. നമ്മൾ ആലോചിച്ചാൽ മതി, 100 കാരണമുണ്ട് ഹംദ് ചെയ്യാൻ, അള്ളാഹുവിനെ സ്തുതിക്കാൻ. ആ സ്തുതിയോടുകൂടി എന്ത് വേണം? തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയും. ഓരോ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരുപാട് അവസരം അള്ളാഹു തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ, അങ്ങനെ തസ്ബീഹ് ചെയ്യാൻ. അതാണ് ശരിക്ക് ഒരു ക്രിയേറ്റീവായ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള തസ്ബീഹ്. മനസ്സിലായില്ലേ? ആ തസ്ബീഹിലേക്കാണ് നമ്മളെത്തുന്നത്. അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ എന്ത് നിഅമത്തുകളെയും നമ്മൾ ഓർത്തിട്ട് അതിനെ ഹംദ് ചെയ്ത് അതിന്റെ കൂടെ എന്ത് വേണം? തസ്ബീഹ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. എന്നിട്ടാണ് എന്ത് വേണ്ടത്? ഇസ്തിഗ്ഫാർ. ഏറ്റവും ശക്തിയുള്ള ഇസ്തിഗ്ഫാർ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയ ശേഷം നബി ചെയ്തൊരു സംഗതികൾ ഹദീസുകളിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ നബിന്റെ നമസ്കാരങ്ങളിലൊക്കെ നബി റുക്കൂഇലും സുജൂദിലും പറയാറുള്ള വാചകം ഏതാ അറിയും? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർ. ഈ സൂറ അവതരിച്ച ശേഷം അതുവരെ നമ്മൾ സുബ്ഹാൻ റബ്ബിയൽ അഅല എന്ന് സുജൂദിലും സുബ്ഹാൻ റബ്ബിയൽ അളീം എന്ന് റുക്കൂഇലും പറഞ്ഞു. ഈ സൂറത്ത് അവതരിച്ച ശേഷം നബി ഭയങ്കരമായിട്ട് അതാക്കി. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർ. അപ്പോൾ അതിലെന്ത് വന്നു? തസ്ബീഹ് വന്നു, ഹംദ് വന്നു, പിന്നെ ഇസ്തിഗ്ഫാർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ്? ഇസ്തിഗ്ഫാറിന് മുമ്പ് എന്ത് വരണം? തസ്ബീഹ്. എന്ത് തസ്ബീഹ് വരണം? ഹംദിന്റെ കൂടെയുള്ള തസ്ബീഹ്. ഹംദിന്റെ കൂടെ എങ്ങനെ തസ്ബീഹ് വരാം? സുബ്ഹാനക. നിഅമത്തുകളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി. നിഅമത്തുകളെ ഓർത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹ് എന്നുള്ളത് നമ്മുടെ കടമയാണ് പറയുന്നത്. അത് കടമയാണ്.
അൽഹംദുലില്ലാ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു നന്ദി വാക്ക് വേറെ ഇല്ല. അതുകൊണ്ടാണത് വല്ലാത്തൊരു വാക്കാണ്. നമുക്ക് അള്ളാഹു പഠിപ്പിച്ച ഖുർആനിലെ അള്ളാഹു പഠിപ്പിച്ച വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാറിയും അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഒന്നാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ വാക്ക് അതായത്. വെറുതെ വന്നല്ലോ അൽഹംദുലില്ലാ. ഞാനിങ്ങനെ പറയുന്നതിനെ വെച്ചാൽ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് അൽഹംദുലില്ലാ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു താല നമുക്ക് ഇങ്ങനെ തസ്ബീഹ് ചെയ്യാൻ എന്തൊക്കെ അവസരങ്ങളാണ് അള്ളാഹു താല ഒരുക്കി തന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ എനിക്ക് തോന്നിയപ്പം എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അത്ഭുതമായതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചതാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് അത് അത്ഭുതമായി തോന്നുമെന്നുള്ളത്. ഭയങ്കര അത്ഭുതമായി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അത്. ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ നോട്ട് ചെയ്യുമ്പം ഞാൻ അതിന് വേണ്ടി നോട്ട് ചെയ്താൽ എനിക്കിങ്ങനെ ഹംദ് പറയാൻ വേണ്ടി നോട്ട് ചെയ്തതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നിയതെന്ന് വെച്ചാൽ, നമ്മൾ ഓടുമ്പോൾ നമ്മളെ കാറിൻ്റെ ടയർ തെഞ്ഞൂലേ? എല്ലാവർക്കും അറിയാലോ, സിമ്പിളാണ്. നമുക്ക് അങ്ങനെ തന്നെ കിട്ടണ്ടേ, മനസ്സിലായത്? ഓടുമ്പോൾ കാറിൻ്റെ ടയർ എന്താവും? തെഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ജീവിതകാലം മുഴുവൻ ഓടിയാലും നമ്മുടെ കാല് തെഞ്ഞുകൊണ്ടോ? ഡോക്ടർമാർ പറയണം എന്താണ് അള്ളാഹു തആല വെച്ചതാണ്. നമ്മൾ ചെരുപ്പിടും ഷൂ ഒക്കെ ഉണ്ട്. ചെരുപ്പും ഷൂ ഒന്നും ഇടാത്ത ഈ എത്യോപ്യയിലെ സാധാരണ മനുഷ്യന്മാരുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പഴയ മനുഷ്യന്മാരുണ്ട്. ഓലെയൊക്കെ കാല് സ്ട്രോങ് ആയത് അല്ലേ? നമ്മളിപ്പോ പോയാണ്ട് ചരലിലാണ് ചവിട്ടിയ എന്ന് പറഞ്ഞ കാല് പൊന്തി. അവർക്കോ എന്താണ് ആ സാധനം, ആ മെറ്റീരിയൽ എന്താ? അൽഹംദുലില്ലാ. എന്നിട്ട് പറയണം പിന്നെന്ത്? സുബ്ഹാനല്ലാഹ്. ഇനി അതല്ല രസം, അത് ജീവിതകാലം മുഴുവൻ ഏറെക്കുറെ അങ്ങനെ തന്നെ നിലനിർത്തുക അല്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെ നിലനിർത്തും. വേറെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ ശരീരത്തിന്റെ 75% വെള്ളമാണ് അല്ലേ? 75% വെള്ളമാണ് അല്ലേ? മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ലക്ഷക്കണക്കിന് ഓട്ടകളുണ്ട്. ഞാൻ എൻ്റെത് ഇങ്ങനെ ആലോചിച്ച ഒരുപാട് ഓട്ടകളുണ്ട് ശരീരത്തിന്. പക്ഷേ ഒരു തുള്ളി വെള്ളം നിശ്ചയിക്കപ്പെട്ട ഓട്ടയിലൂടെ അല്ലാതെ പുറത്തു കൊണ്ടു. അതും അൺകൺട്രോൾഡായി പോകണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു രോഗമാണ്. അതിനും ചില കാരണങ്ങളുണ്ടാവും. ആലോചിക്കും, 75% വെള്ളമാണ്, നിറയെ ഓട്ടന്റെ ശരീരത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യണില്ല? നിങ്ങൾ ആലോചിച്ചാൽ കുറേ കിട്ടിട്ടോ. എന്നേക്കാൾ ശക്തമായി ആലോചിക്കാൻ കഴിയണമെന്നുണ്ടോ? നമുക്കിത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കുറച്ചുകൂടി പറയണം, അപ്പോഴാണ് ശരിയായത്. അതാണ് ശരിയായ സംഗതി. മനസ്സിലായി? അങ്ങനെയാണ് സഹാബത്ത് ചെയ്തിരുന്നത്. സഹാബത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, തആലൗ നജ്ലിസ് നതഹദ്ദസ് നുഅ്മിനു ഖലീലൻ, തആലൗ നജ്ലിസ് നതഹദ്ദസ് നുഅ്മിനു ഖലീലൻ. വരി, ഇരിക്കി, നമുക്ക് ഈമാൻ ഉണ്ടാക്കാം. എങ്ങനെ ഈമാൻ ഉണ്ടാക്കിയിരുന്നത്? നതഹദ്ദസ്, സംസാരിച്ചുകൊണ്ടേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം ഇങ്ങനെ ഓരോന്നും. ഭയങ്കര അത്ഭുതം. നോക്കൂ, ഏതൊരു വസ്തു, മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയതാണ്, ഏതൊരു വസ്തുവിനും ഒരു പില്ലറില്ലാതെ നിൽക്കാൻ കഴിയില്ല, ഒരു താങ്ങില്ലാതെ നിൽക്കാൻ കഴിയില്ല. ഒരു വായ എങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താക്കും? ഒരു മുട്ട് കൊടുക്കും. ഒരു വസ്തുവിനും നിൽക്കാൻ കഴിയില്ല ഒരു പില്ലറില്ലാതെ. പക്ഷെ മനുഷ്യ ശരീരം എന്ന് അത്ഭുതമാണ്. മനുഷ്യ ശരീരത്തിന്റെ ബാലൻസിങ് സിസ്റ്റം, സന്തുലിതാവസ്ഥ. നമ്മളിങ്ങനെ നിൽക്കല് എത്ര കാലം നിൽക്കാൻ തുടങ്ങി? എവിടെയെങ്കിലും മുട്ട് കൊടുത്തോ? നമുക്ക് പറയണം അൽഹംദുലില്ലാ. നിൽക്കുന്നത് എന്താ? ഈ ചെവിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് കൊണ്ടാണ്. ആലോചിക്കേ, ഇയർ ബാലൻസ്. അതാണ് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരണം. മനുഷ്യന്റെ ആ ബാലൻസിങ് സിസ്റ്റം എന്തുകൊണ്ടാണോ? ചെവിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് അത്ര. അതുകൊണ്ടാണ് ആ ഫ്ലൂയിഡിന് ചിലരൊക്കെ തലമിന്നണമൊക്കെ അത് ഒരു ഫ്ലൂയിഡ്.
ഈ മനുഷ്യന്റെ ഈ സാധനത്തെ ഇങ്ങനെ നിന്നത് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയും അൽഹംദുലില്ലാഹ് എന്ന്. വേറൊന്നും എനിക്ക് തോന്നിയത്, റീചാർജ് ചെയ്യാതെ ഒരു ബാറ്ററിയും പ്രവർത്തിക്കില്ലല്ലോ. വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുപോയി കുത്തൂലേ, റീചാർജ് ചെയ്യണം. പക്ഷേ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതും ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ, സെക്കൻഡല്ല മൈക്രോ സെക്കൻഡ് പോലും അല്ലേ, മൈക്രോ സെക്കൻഡ് പോലും നിൽക്കാതെ ആരാ ചാർജ് ചെയ്യുന്നത്? ആ ചാർജിങ് സിസ്റ്റം ആകെ നിൽക്കും, തുമ്പുമ്പോൾ നിൽക്കും, തുമ്പുമ്പോൾ നിൽക്കും. അതൊരു സെക്കൻഡ്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്. ഓ അത് കണ്ടോ, അപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. ആ സെക്കൻഡ് സമയം എന്താണ് അത്ഭുതങ്ങൾ ആലോചിച്ചത്. ഞാനൊക്കെ ഇങ്ങനെ എന്റെ ശരീരമായി ആലോചിച്ചാട്ടോ, ഞാനിത് ആലോചിക്കാനൊരു കാരണം, എന്റെ ശരീരത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു. അപ്പോഴാണ് ഞാനിതൊക്കെ ആലോചിച്ചിരുന്നിട്ട്. മനസ്സിലായില്ലേ? ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര രസമുള്ളൊരു കഥ. അപ്പോ മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഒരു പമ്പില്ലേ, ഒരു പമ്പും എന്നും പ്രവർത്തിക്കൂല. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും അല്ലേ? ആണോ അല്ലേ? എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രക്തം ജീവിതകാലം മുഴുവൻ മനുഷ്യ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പമ്പില്ലേ, അതും കിലോമീറ്ററുകൾ നീളമുള്ള പമ്പുകളാണ്. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം. അപ്പൊ നമ്മളത് അവിടെ നമുക്ക് പറയാൻ കഴിയണം, അത് ഓരോന്ന് ആലോചിച്ചിട്ട് പറയാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അവിടെയാണ് സർ നമ്മൾ ആലോചിക്കുന്നത്. കുറേ ഉണ്ടാവും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ, ഇത് വരണം നമുക്ക്. ഇസ്തിഗ്ഫാറിൽ ഇനി എന്ത് വരണം? ഹംദും തസ്ബീഹും. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും വില കൂടിയ ക്യാമറകൾ ഉണ്ടെന്ന് ലോകത്ത്. വില കൂടിയ ക്യാമറകൾ ആ ഫീൽഡിലുള്ളവർക്ക് അറിയാം, ഭയങ്കരമായ ക്യാമറകൾ. ആ ക്യാമറകൾക്കൊക്കെ പരിധിയുണ്ട് അല്ലേ? ആ കൃത്യമായ പരിധി പറയും, അത്രേ പറ്റും. പക്ഷേ നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എത്ര ദൃശ്യങ്ങളാണ്, എത്ര കാഴ്ചകളാണ് ഈ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത്. അതും എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതം എനിക്ക് തോന്നി. അതാണ് ആയിരക്കണക്കിന് മെഗാ പിക്ചറുകളുടെ ക്വാളിറ്റിയോട് എന്തൊക്കെ സിസ്റ്റം, കണ്ണിന്റെ സിസ്റ്റം ഭയങ്കര അത്ഭുതം. എന്തൊക്കെ എത്ര ചെറിയ സിസ്റ്റം അല്ലേ? സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. സുബ്ഹാനല്ലാഹ്, നമുക്ക് അൽഹംദുലില്ലാഹ് പറയണം. സുബ്ഹാനല്ലാഹ്. ആ അതോ പറയണേ, കണ്ണുനീര് ഐസാവൂല. എവിടുന്നാ അത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര ഒഴുകിയാലും പിന്നെയും വരികയാണല്ലോ. എന്താണ് ഇതിന്റെ സോഴ്സ്? അത് വന്നിട്ടില്ലെങ്കിലോ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതം. നിങ്ങൾ നോക്കൂ, ഏത് ലബോറട്ടറിയിൽ നമ്മൾ പോയാലും എല്ലാ രുചിയും പരീക്ഷിക്കാൻ കഴിയും. എല്ലാ രുചിയും, ടേസ്റ്റ് ഏത് ലാബിൽ പോയാലും പരിശോധിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ആലോചിക്കുക. നാവ് എന്ന് പറഞ്ഞ ഉപകരണം, നാവ് എല്ലാ ടേസ്റ്റും അല്ലേ? നമ്മളിങ്ങനെ നാവിൽ വെച്ചിട്ടാ പറയണേ, അത് ഭയങ്കര മധുരമാണ്, കയ്പാണ്. എന്തൊരു സിസ്റ്റങ്ങളാണ്, ഭയങ്കരല്ലേ? ഭയങ്കര വെച്ചാൽ ഭയങ്കരമാണ്. വേറൊന്നാണ് സെൻസറുകൾ. എല്ലായിടത്തും സെൻസറാണല്ലോ പറയേണ്ടത് അല്ലേ? പക്ഷെ ഈ സെൻസറുകൾക്കും എന്തുണ്ട്? പരിധി ഉണ്ടല്ലോ. സെൻസറുകൾക്ക് പരിധി.
പക്ഷേ നമ്മുടെ തൊക്കുണ്ടല്ലോ, തൊക്ക്, ചർമ്മം, സ്കിൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഒരു ഈച്ച അങ്ങനെ പാറിയാൽ നമ്മൾ അറിയും. ഒരു സാധനം അങ്ങനെ അരിച്ചാൽ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. ഇനി നമ്മുടെ ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. ഒരു യന്ത്രത്തിനും എല്ലാത്തരം ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് യന്ത്രം ഉണ്ടാക്കിയാലും അതിന് നിങ്ങൾ ഫീഡ് ചെയ്യണ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന സൗണ്ടേ എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് വരും. പക്ഷെ മനുഷ്യന്റെ സൗണ്ട്, ഈ മിമിക്രിക്കാരൊക്കെ കണ്ടിട്ടില്ല, ഏത് സൗണ്ട് വേണമെങ്കിലും വരും. ആ സിസ്റ്റങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ആ സൗണ്ട് സിസ്റ്റം ഭയങ്കര അത്ഭുതമാണ്. അത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി. എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നിയ ഒരു സംഗതി എന്താ വെച്ചാൽ, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. നമുക്ക് എന്ത് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിച്ചാലും എല്ലാ സൗണ്ടുകളെയും നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല. ശബ്ദങ്ങളെ നിങ്ങൾ എത്ര മോഡേണായ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാലും കഴിയില്ല. എന്നാൽ നമ്മുടെ ചെവിയോ ഈ വാതിലിന്റെ അപ്പുറത്ത് ഒച്ചേട്ടാ പറയില്ലേ, അത് സെമ്പുട്ടിക്കന്റെ ഒച്ചയാണ്, അതെ, പൂച്ചന്റെ ഒച്ചേട്ടാ പറയില്ല, പൂച്ചന്റെ നായന്റെ പറയില്ല. ഏത് സൗണ്ട് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും? ഇതൊരു യന്ത്രത്തിന് കഴിയോ? فسبح بحمد ربك واستغفره. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ആലോചിച്ച് ഹംദ് പറഞ്ഞ് തസ്ബീഹ് പറഞ്ഞ് എന്ത് പറയണം? അതാണ് ഒറിജിനൽ ഇസ്തിഗ്ഫാർ. അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്തിഗ്ഫാറിനെ പറ്റി ഏറ്റവും നല്ല വാചകം അള്ളാഹുവിന്റെ റസൂൽ അവസാന കാലത്ത് പഠിപ്പിച്ചത്, നമസ്കാരത്തിൽ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ ലി. അതിലെന്തൊക്കെ വന്നു? തസ്ബീഹ്, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ ലി. അർത്ഥം പറയാനുള്ളത് ഭയങ്കര ഇതായിരിക്കണം. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ എല്ലാവരും ചിന്തിച്ചോ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പൊ നമ്മൾ അവിടെയുള്ളു. അതന്നെ ഒരുപാട് തെറ്റുകൾ നമുക്ക് എന്താണ് സിമ്പിളാണ്, ചെറുതായി നമ്മൾ കാണണം. അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ ആ തെറ്റുകളൊന്നും വരുന്നില്ല ഉള്ളിൽ, ഇല്ലല്ലോ, ഇല്ല. വളരെ സീരിയസ് ആയി ചെയ്തതേ വരുള്ളൂ, മറ്റേ വരുന്നില്ല. പോരാ. ഇസ്തിഗ്ഫാറിന്റെ സ്നേഹ മാറണം, രീതി മാറണം, രൂപം മാറണം. മനസ്സിലായില്ലേ? അത് എവിടുന്ന് തുടങ്ങണം? അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ആ നിഅമത്തുകളെ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ വരും എന്ത്? തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയണം എന്ത്? ഇസ്തിഗ്ഫാർ. അങ്ങനെയാണ്. ഈ ഹജ്ജിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവം പോയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാനുള്ള അനുഭവം, ഇങ്ങനെ ചെയ്യാനുള്ള. നിങ്ങൾ അറബികളെ കണ്ടിട്ടില്ലേ? അറബികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേഗം പറയല്ലോ എന്ത് വിഷയത്തിൽ അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ വിചാരിക്കും എന്തിനാ ഇതിനൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അതിതാണ് അവരുടെ രക്തത്തിൽ അതുണ്ട്. അതാണ് ഇതാണ്. ഇതുകൊണ്ടാണ് ഈ സൂറത്തിൽ നിന്ന് വന്നത്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് അറഫയിൽ ഇരുന്ന് ചെയ്യേണ്ടത് അതാണ്. മനസ്സിലായില്ലേ? മിനയിലിരുന്ന് ചെയ്യേണ്ടത് അതാണ്. തസ്ബീഹുകൾ ധാരാളം വരും. തസ്ബീഹ് കൊണ്ടേ രക്ഷപ്പെടും. തസ്ബീഹ് കൊണ്ടേ നമ്മളെന്താവുള്ളൂ? രക്ഷപ്പെടും. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇനിയും പറയാം തസ്ബീഹിനെ കുറിച്ച്. ഇനി നമുക്ക് ഒരല്പസമയം വേണമെങ്കിൽ വിശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? ഒരല്പസമയം വിശ്രമിക്കാം.
എല്ലാവരും ടയേർഡാണല്ലോ. എന്നിട്ട് നമുക്ക് ലുഹറിൻ്റെ കുറച്ച് മുമ്പ് ഒന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് മുമ്പ് ചെയ്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കാം. ഇവിടെയൊക്കെ എല്ലാവരും നമ്മൾ അറിയണവരാണ്. അപ്പോൾ ഒന്നിച്ചേക്കും ജമാഅത്തൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ ഒരു നിസ്കാര സ്ഥലം ഉണ്ട് നമുക്ക്. അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ ഹയാത്താക്കാലം മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സന്തോഷമുള്ള ഒരു മാഹവില്ലാത്തിട്ട് എത്തിച്ചതല്ല. ഒക്കെ നമുക്ക് പരസ്പരം അറിയാനും പരസ്പരം ഇഷ്ടപ്പെടാനും, അതാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് പറയാനും ഇഷ്ടപ്പെടാനും പറ്റിയ ആളുകളാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അള്ളാഹു താല ഇതുപോലെ അള്ളാഹുവിന്റെ ഫിർദൗസുൽ അലയിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മുടെ ഹജ്ജ് നമ്മൾ അന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എല്ലാവരും ഓർമ്മയിലുണ്ട്. ഹജ്ജ് നമുക്ക് അള്ളാഹു മബ്റൂറും മഖ്ബൂലും മൈസൂറുമാക്കി തരുമാറാകട്ടെ. ഇനിയും നിർത്താനായിട്ടില്ല കേട്ടോ പ്രാർത്ഥന. ഇതുവരെയുള്ളതൊക്കെ നമുക്ക് മൈസൂറാണ്, പക്ഷെ നിർത്തരുത്. നമുക്ക് അറഫയാണ് എന്ത് ഹജ്ജ്. ഇതൊന്നും ഹജ്ജായിട്ടില്ല, അറഫയാണ് ഹജ്ജ്. അറഫയിലെത്തിയാൽ നമുക്ക് പറയാം. പക്ഷെ എന്നാലും പ്രാർത്ഥന നിർത്തണം എന്നല്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകും. ഇനി എല്ലാവരും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തോളി. ഇതൊരു ഹൈലൂലത്തിന്റെ സമയം. ഒരു സുന്നത്തുണ്ട്, ഹൈലൂലത്ത് എന്ന് പറഞ്ഞൊരു സുന്നത്ത്. ഹൈലൂലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ് ഹൈലൂലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രബലമായ സമയം ളുഹറിന്റെ മുമ്പാണ്. നമുക്ക് കൈലൂലത്തിന് നമ്മൾ കൈലൂലത്ത് എന്ന് പറയും. അപ്പം വയറ് നിറച്ച് ലഞ്ച് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിടക്കണം എന്ന് പറയും. കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറക്കം. ശരി, നമ്മള് ഇത് പഠിച്ചില്ലേ, സുബാത്ത് പഠിച്ചില്ലേ? അതല്ല, സുബാത്ത് ഭയങ്കര റെസ്റ്റ് എന്നൊരു സാധനം, മനസ്സിലായില്ലേ? കൈലൂലത്ത് റെസ്റ്റ് അല്ലതില്ല. കൈലൂലത്ത് നമുക്ക് വലിയ പ്രതിഫലം തരും. ഭയങ്കര പവർ തരും. പവർ നാപ്പാണ്. മറ്റേത് റെസ്റ്റിലുള്ള ഏത് സുബാത്ത്. ഇത് നമുക്ക് പവർ തരും, ഭയങ്കര പവർ തരും. പ്രത്യേകിച്ച് രാത്രി നിസ്കരിക്കുന്നവർക്ക് ഭയങ്കര ശക്തി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തിരുന്നു. സഹാബത്തിനെ അത് ശീലിപ്പിച്ചിരുന്നു. സഹാബത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, കർഷകരായ സഹാബികള്, ഈത്തപ്പന തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന സഹാബികള് അവർ ഈ സമയമായ നിർത്തും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മരന്റെ താഴെ വിരിച്ചിട്ട് അവിടെ എന്താവും, എന്നിട്ടാണ് ളുഹർ നിസ്കരിക്കാൻ വരിക. മനസ്സിലായില്ലേ? നമുക്കൊരു സുന്നത്തും കൂടി അങ്ങനത്തെ കിട്ടുമല്ലോ ഇവിടെ വരുമ്പോൾ. അല്ലാഹു തആല ഇവിടുന്ന് പോകുമ്പോഴത്തേന് നമ്മളെ 5 ലക്ഷങ്ങളും 5 സാധനം നമുക്ക് ടിക്ക് ചെയ്യാണ്ടല്ലോ ഉണ്ടല്ലേ. 5 സാധനം ടിക്ക് ചെയ്യാനുള്ളതിൽ രണ്ടാമത്തേതാണ് എന്ത്? ഇത്തിബാഉസ് സുന്ന. നബിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഒരു സുന്നത്തെങ്കിലും പുതിയത് ജീവിതത്തിൽ ഉണ്ടാക്കിയ നമ്മള് ഹജ്ജ് കഴിഞ്ഞ് പോകാവോ? അല്ലാഹു തൗഫീഖ് നൽകുന്നു. ആമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.